ഹായ് എല്ലാവർക്കും സുഖല്ലേ? നമുക്കിന്ന് പാലക്കാട് പോയാലോ? ഇത് എന്നത്തെയോ വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ എനിക്ക് മടിയാണെന്ന് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിലും മിക്ക വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട് എനിക്ക് മടിയാണ് വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ. അതുകൊണ്ട് തന്നെ ഇത് ഡിസംബറിലെ വീഡിയോ ആണ്. ഇപ്പോൾ ജനുവരി ഇതാ 14 ഇന്നാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ അച്ഛൻ്റെ പെങ്ങളെ അമ്മായിൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ദാ സൂര്യനെ കണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി കുറേ കളിച്ചു. അങ്ങനെ വീഡിയോ എടുത്തു. അപ്പോൾ ഇതാ നമ്മൾ ചേച്ചീനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു തിരുവമ്പാടിയിൽ നിന്ന്. അമ്മ ഇങ്ങനെ മോനെ ഇടങ്ങേറാക്കുക കേട്ടോ, സിദ്ധൂട്ടനെ. അപ്പോൾ സിദ്ധു ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് അമ്മമ്മേനെ ഇടങ്ങേറാക്കുക. പിന്നെ നമ്മുടെ തൂതയല്ലേ ഭഗവാനെ, അതെ തൂത തന്നെ. അങ്ങനെ തൂതപ്പുഴ എത്തി. അത് അവിടെ എന്തോ പുതിയ പാലം പണി നടക്കുകയാണെന്ന് തോന്നുന്നു. നമ്മൾ ഇതിലെ പോയിട്ട് കുറേ ആയി, കാരണം ബസ്സിന് പോകുമ്പോഴേ ഇതിലേക്ക് പോവാറ്. ഇപ്പോൾ കുറേ ആയിട്ട് കാറിന് തന്നെയാണ് പോവല്. അങ്ങനെ സൂര്യനെ എന്നിട്ട് ഫോണിൽ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ ഈ ഒരു രീതിയിലേ കിട്ടുന്നുള്ളൂ. പക്ഷേ അത് ഫോണിൻ്റെ ക്ലാരിറ്റിയുടെ പ്രശ്നം കൊണ്ടാണ്. ഞങ്ങളിതാ പാട്ടൊക്കെ പാടി വൈബാക്കാൻ നോക്കുകയാണ്. പക്ഷെ വൈബൊന്നും ആയില്ല ഇനി കേട്ടോ. ഞങ്ങൾ വൈബായി, പക്ഷെ കൂടുള്ള അനിയൻ വൈബായില്ല. അനിയൻ അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ ഒരു മടിയാ. അങ്ങനെ ഞങ്ങളൊന്നൊരു പെട്രോൾ പമ്പിൽ കയറി ഫുഡ് കഴിക്കാനൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പം ഒന്ന് ടോയ്ലറ്റ് യൂറിനൊക്കെ പാസ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കടയിൽ കയറി. പക്ഷേ ആ കടയിൽ ഞങ്ങൾക്ക് എന്തോ തൃപ്തികരമായില്ല, നീറ്റ്നെസ് തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ദാ പോവാണ്. നല്ല രസമല്ലേ പാലക്കാട് വയലൊക്കെ കാണാൻ. അങ്ങനെ കുറേ വയലൊക്കെ കണ്ട് ദാ ഒലവക്കോട് എത്തിയിട്ടോ. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ, അതാ ട്രെയിൻ. അതിലൂടെയാണല്ലോ നമ്മൾ അങ്ങോട്ട് പോവുക. ഇതേതോ പുഴ, എനിക്കറിയില്ല ഏത് പുഴയാന്ന്. പുഴയും പാലവും കണ്ടാൽ ഞാൻ വീഡിയോ എടുക്കും. അങ്ങനെ ദാ ഫുഡ് കഴിക്കാൻ വണ്ടി നിർത്തി. ഫുഡ് കഴിക്കാൻ നിർത്തിയ റെസ്റ്റോറൻറ്റിൻ്റെ പേര് മറന്നുപോയി. എന്തായാലും നല്ല അതിഗംഭീര വിലയാണ് അവിടെ. ഞാൻ ഇഡ്ഡലി, ബാക്കിയുള്ളവരൊക്കെ വടയൊക്കെ കഴിച്ചു. സിദ്ധൂട്ടൻ മാത്രം നെയ്റോസ്റ്റ് കഴിച്ചു. അങ്ങനെ ദാ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോവുകയാണ് കേട്ടോ. വണ്ടിത്താവളമാണ് അവരുടെ സ്ഥലം, മരുതമ്പാറ വണ്ടിത്താവളം. അങ്ങനെ പോണ വഴിക്ക് ഇതാ കാളവണ്ടീൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടങ്ങളിലൊന്നും നമ്മളെ ജില്ലയിലൊന്നും ഇങ്ങനെ കാളവണ്ടിയൊന്നും കാണാൻ കിട്ടൂല. അവിടെ മാത്രമേ കാളവണ്ടികളൊക്കെ കാണാൻ കിട്ടുള്ളൂ. അപ്പം അതങ്ങ് ഒരു വീഡിയോ എടുത്തു വെച്ചു. അങ്ങനെ ഇങ്ങനെ പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് നമ്മളങ്ങനെ പോയി വണ്ടിത്താവളത്തെത്തി. അപ്പോൾ അച്ഛനും അനിയനും ചായ കുടിക്കാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷെ അവർക്ക് ചായ കിട്ടിയില്ല. പിന്നെ അവർ കുറച്ച് പഴമൊക്കെ വാങ്ങി പോന്നു. ഇതാണ് നമ്മളെ സ്ഥലം കേട്ടോ. അവൾ എൻ്റെ കൂടെ പഠിച്ചതാണേ. 1 മുതൽ +2 വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. അവിടെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേവനെ എൻ്റർടൈൻ ചെയ്യാൻ പുൽക്കൂടൊക്കെ കാണിക്കാം. നമ്മളെ വീട്ടിലുള്ള അതേപോലത്തെ സ്റ്റാർ ആട്ടോ അവിടെയും. അവരൊരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേവൻ അവിടെ എത്തിയപ്പോൾ വൻ സീനാക്കൽ എന്ന് വെച്ചാൽ വൻ സീനാക്കൽ. സാധാരണ ഒന്ന് പോയി കുറച്ച് കഴിഞ്ഞാൽ അവൻ റെഡി ആവലുണ്ട്. പക്ഷേ വൻ സീനിനി. അങ്ങനെ അവൻ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഊഞ്ഞാലൊക്കെ ഇരുന്ന് ആടുകയാണ്. അത് കഴിഞ്ഞ് ചേച്ചി ഇതാ പമ്പരമൊക്കെ കറക്റ്റ് അപ്പോൾ കറക്കി കിട്ടി. കുറേ കാലങ്ങൾക്ക് ശേഷമാണല്ലോ ഇതൊക്കെ നമ്മൾ കാണുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അത് കറക്കി കിട്ടിയപ്പോൾ തുള്ളിച്ചാടുകയാണ്. പിന്നെ ഇതാ നമ്മൾ അവർ വേറെ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഇനി. അപ്പോൾ ആ സ്ഥലം കാണാൻ വേണ്ടി അങ്ങനെ പോയി. ദേവത മാമൻ്റെ അടുത്താണ്. മാമൻ കുഴങ്ങിട്ടോ ദേവനെയും കൊണ്ട് നടന്ന്. കാരണം ഞങ്ങൾ കുറച്ചധികം നടന്നുണ്ട്, അത് വഴിയേ വരും. ഇതാ അപ്പോൾ നമ്മൾ പോവുകയാണ് കേട്ടോ. ഒരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവുകയാണ് ഞങ്ങളെ. അങ്ങനെ അവിടെ ചെന്ന് ഒരു വിൻഡ് മില്ലൊക്കെ കാണുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോവുക. അപ്പോൾ വിൻഡ് മില്ലൊക്കെ കാണാത്തൊന്നുമല്ല. പിന്നെ ഒരു പ്രദേശം മുഴുവൻ ഒരു പാറയുടെ പാറയുടെ പുറത്ത് നിന്നാൽ കാണാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവുക. അങ്ങനെ ഇതാ ഒരു അമ്പലം, ഭദ്രകാളി ക്ഷേത്രം എന്തോ ആണ് അവിടെ. അപ്പം അവിടെയാണ് അവിടെ നിന്നാണ് വ്യൂ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അങ്ങനെ കൊണ്ടുപോയത്. ആ വ്യൂ ഇതാണ്, ഇതിൽ വിൻഡ് മില്ലൊന്നുമില്ല. എന്നിട്ട് വിൻഡ് മില്ല് എവിടെടാന്ന് ചോദിച്ചപ്പം ഓൻ പറയാ വിൻഡ് മില്ല് ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു, കാണാനില്ലാന്ന്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഇതാ ഇവള് പനന്നൊങ്ക്, അതല്ലേ ഇനി പറയുക, പനന്നൊങ്ക് കഴിക്കുകയാണ്. പിന്നെ അതാ മാമനും പനന്നൊങ്ക് കഴിക്കുന്നു, അമ്മയും കഴിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് മരുന്ന് കഴിക്കണം. ഉച്ചയാകുമ്പം അമ്മയ്ക്ക് മരുന്നുണ്ട്. ആ മരുന്നെടുക്കാൻ വേണ്ടി കാറിലേക്ക് പോവുകയാണ്. കാറ് ശരിക്കും ആ മതിലില്ലെങ്കിൽ അവിടെ ഇവരെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മതിലുണ്ട്. ആ മതിലില്ലെങ്കിൽ കാറ് വീട്ടിലോട്ട് കയറിയേനെ. അതുകൊണ്ട് വഴിയിലാണ് നിർത്തിയത്. അങ്ങനെ മരുന്നൊക്കെ എടുത്തുകൊണ്ട് വന്നു. കുറച്ച് നേരം സംസാരിച്ചിരുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. അവർക്കൊരു പൂച്ചയുണ്ട് കേട്ടോ. അപ്പം അതിന് ഫുഡൊക്കെ ഞങ്ങളിങ്ങനെ എറിഞ്ഞു കൊടുത്തു. പിന്നെ ഞങ്ങൾ അവരുടെ വാർക്കപ്പൊക്കത്ത് കയറിയിരുന്ന് കുറച്ച് നേരം സംസാരിച്ചു.
സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് തീരുന്നുണ്ടായിരുന്നില്ല. സമയം തികയുന്നുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ കുറേ കാലം എൻ്റെ കല്യാണത്തിന് കണ്ടതാ ഇവരെയൊക്കെ. അതായത് 3 വർഷമായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്. 3 വർഷം 4 വർഷം ആവാൻ പോണ് ഈ ഏപ്രിൽ. ഏപ്രിൽ ആവുമ്പോൾ 4 വർഷം. അപ്പം അന്ന് കണ്ടതാ. പിന്നെ കണ്ടിട്ടില്ല. അങ്ങനെ ദാ ഈ സ്ഥലങ്ങൾക്കൊക്കെ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? അത് ഈ പാലമൊക്കെ ഇങ്ങക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? പാലമല്ല എന്താണ് ആ സംഭവം? ആ സംഭവം അപ്പം ആ പാലം പോലുള്ള സാധനം നമ്മുടെ അതിഭീകര കാമുകൻ എന്ന് പറഞ്ഞ ആ മൂവിയിലുണ്ട്. വേറെ ഏതോ മൂവിയിലുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടു. പിന്നെ ഈ സ്ഥലം അല്ലാതെ ഒടിയൻ, പിന്നെ പുള്ളിമാൻ എന്ന് പറഞ്ഞൊരു മൂവിയില്ലേ കലാഭവൻ മണിയുടെയും മീരാനന്ദൻ്റെയും ആ സിനിമയിലുണ്ട്. പിന്നെ വേറെ വേറെ കുറേ സിനിമകളിലുണ്ട്. അങ്ങനെ കുറേ സിനിമകളിലെ ലൊക്കേഷനായി ഈ സ്ഥലം ഞങ്ങൾ കാണാൻ പോയി. പക്ഷെ ഞങ്ങൾ പോയതിൻ്റെ ഓപ്പോസിറ്റാന്ന് തോന്നുന്നു സിനിമയൊക്കെ ഷൂട്ടിങ് നടന്നിട്ടുള്ളത്. ഒടിയൻ മൂവീൻ്റെയൊക്കെ. പിന്നെ ഞങ്ങൾ കുറച്ച് ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ എടുത്ത് പൊക്കലും കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു. ഒക്കെ അനിയൻ എടുത്ത് തന്നതായിരുന്നു. പിന്നെന്താ കുറച്ച് നേരം അവിടെ നിന്നു. ഒന്ന് റിലാക്സായി. പക്ഷെ ഞങ്ങൾക്ക് സമയമല്ല. അതാണ് പ്രശ്നം. എവിടേക്കും പോവാനോ വരാനോ ഒന്നിനും സമയമില്ല. ചേച്ചിക്ക് പിറ്റേ ദിവസം ജോലിക്ക് പോകണം. അച്ഛനും ജോലിക്ക് പോകണം. അതുകൊണ്ട് അവിടെ നിൽക്കാനും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പോയി ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് പോന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോന്നു. ഓട്ടോയിൽ കയറിയ ആൾക്കാരെ കാറിൽ കയറി ഞങ്ങളെ ഓട്ടോയിലേക്കും ആക്കിയിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലവും കൂടി കാണാൻ പോവേനി. ഇതും ഏതോ പുഴയാണ്. നല്ല അടിപൊളി റോഡായിരുന്നു കേട്ടോ. പിന്നെ പറയാതിരിക്കാൻ വയ്യ. അയ്യോ! അടി തട്ടിയോന്ന് മാത്രം നോക്കിയാൽ മതി. അത്രയും മോശം റോഡേനി. ചെറിയ റോഡാണ്. പോക്കറ്റ് റോഡ്സാണ്. അല്ലാത്ത റോഡൊക്കെ പാലക്കാട് ഇപ്പോൾ അടിപൊളിയാണ്. ഇത് പോക്കറ്റ് റോഡ്സ്. എന്തായാലും ആ റോഡുകളൊക്കെ വളരെ മോശമായിരുന്നു. അങ്ങനെ ആ സ്ഥലം കാണാൻ പോയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഇരുട്ടായതുകൊണ്ട് കുട്ടികളെ കൊണ്ടൊന്നും മല കയറാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കാണാൻ പറ്റിയില്ല. അങ്ങനെ ദാ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുന്നതിൻ്റെ ഫുൾ വീഡിയോ ഇല്ല. ഇവിടം കൊണ്ട് നിർത്തുകയാണ് കേട്ടോ. ട്രെയിൻ കണ്ടാൽ നമ്മൾ പിന്നെ എവിടെയാണേലും എപ്പോഴാണേലും ഇതൊക്കെ ഈ 90s കിഡ്സിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. ട്രെയിന്, വിമാനമൊക്കെ കാണുമ്പോൾ എടുക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം.